പഴം അരിപ്പൊടിയും പഞ്ചസാരയും നെയ്യും എല്ലാം ചേർത്തിട്ട് നമ്മളിന്ന് പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഏത്തപ്പഴം ഒരെണ്ണെടുത്തുണ്ട്. പിന്നെ ഇത് പഞ്ചസാര അര ഗ്ലാസ്, വെള്ളം അര ഗ്ലാസ്, നമ്മൾ അരിപ്പൊടി 3/4 ഗ്ലാസ്, പിന്നെ 3 ഏലക്കായ പൊടിച്ചത്, പിന്നെ നെയ്യ് വേണം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ചെയ്യുക. ഈ പഴം ആദ്യം നമ്മൾ അരിഞ്ഞ് പഴം പഞ്ചസാരയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ മിക്സിയിലേക്ക് ജാറിലേക്ക് മാറ്റിയിട്ട് അത് അടിക്കണം. അടിച്ചിട്ട് വേണം ഈ അരിമാവ് അതിലിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴയ്ക്കണം. എന്നിട്ട് നമ്മൾ നെയ്യ് കയ്യിൽ തടവിയിട്ട് അത് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാൻ. നമ്മളിതിലേക്ക് പഴം ചെറുതാക്കി അരിഞ്ഞുണ്ട്. അതിലേക്ക് ഇത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പിന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര. ഇത് എല്ലാം കൂടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ചൂടിൽ സ്റ്റൗവിലിട്ട് കത്തിക്കണം. അപ്പോൾ പഴം നമ്മൾ 2 മിനിറ്റ് പഞ്ചസാരയും വെള്ളവും പഴം കൂടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. വെള്ളം കൂടി പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് വീണ്ടും അത് അങ്ങനെ ആക്കിയെടുക്കട്ടോ. ഇത് നമ്മൾ കയ്യിലിട്ട് നെയ്യൊക്കെ തടവിയിട്ട് ഇത് ചെറിയ ഉൾസാക്കി എടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ നന്നായി കുഴച്ച് നല്ലതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയ ഉരുളകളാക്കണത് കയ്യിൽ നെയ്യൊക്കെ തടവി ചെറുതായി ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇതാ ഇപ്പോൾ ചെറിയ ഉരുളകളായി കിട്ടുന്നുണ്ട്. ഇതാ നല്ല പാകത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. കാര്യം മറക്കല്ലേ. നമ്മൾ സ്റ്റൗവിൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ചതിൽ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ചൊക്കെയിലിട്ട് മൊരിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് ഓരോന്നൊരുക്കി ഇടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അതിന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് തിരിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എടുക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. കുറച്ചധികം സമയം വേണം അത് ഉണ്ടാക്കാൻ. അപ്പോൾ തിരിച്ചും മറിച്ചും തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ഉണ്ടാക്കാം. തീ ഒരുപാട് കൂടാണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ആക്ച്വലി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നില്ല, ഏകദേശമൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.
ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.